എനിക്ക് തോന്നുന്നു ശ്രീ പി സി ജോർജ്, താങ്കൾ ഈ ബില്ലിൽ കൃത്യമായി തന്നെ പഠനം നടത്തിയ ഒരാളാണ്. എനിക്കൊന്ന് ദയവായി പറഞ്ഞുതരാമോ, ഇത് എവിടെയാണ് ഈ കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുന്നതെല്ലാം? ഞാൻ അത് കഴിഞ്ഞ് സന്ദീപിലേക്ക് വരാം. കേൾക്കാം ശ്രീ പി സി. കേൾക്കാം ശ്രീ പി സി ജോർജ്, കേൾക്കാം. അതായത് ഈ നിയമത്തിന്റെ കുഴപ്പം, ഒന്നാമത് നിയമം അങ്ങ് പാസ്സാക്കി, ആ നിയമത്തിന്റെ റൂൾസ് എന്താണെന്ന് ഇതുവരെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല. സ്വാഭാവികമായി ഇങ്ങനൊരു നിയമം വന്നാൽ വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകാറുള്ളത്. ഞാനിവിടെ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിൽ ചെലവാകില്ല എന്നാൽ രാജസ്ഥാനിലോ യു പിയിലോ ബീഹാറിലോ ചെലവാകും എന്ന് പറഞ്ഞ ഇതാണ്. പഞ്ചാബിൽ എന്താ ഇത്രമാത്രം ശക്തമായിട്ട് സമരം വരാൻ കാരണം? അതായത് കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഒരു സ്ഥലം ഇവിടെ ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഇപ്പോ റബ്ബറുണ്ട്. ഈ റബ്ബർ കൃഷിക്ക് മുഴുവൻ ഇപ്പോ 151 രൂപ വില 1 കിലോ റബ്ബറിന്. 200 രൂപ വില വെച്ച് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. മുഴുവൻ റബ്ബർ എൻഡിലാവും. മനസ്സിലായില്ലേ? ഒരു കൊല്ലത്തേക്ക് റബ്ബർ മുഴുവൻ 200 രൂപ വെച്ച് ഞാൻ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ എന്റെ കയ്യിലായി. പിന്നെ റബ്ബർ ഇല്ല. റബ്ബർ വെട്ട് നിന്ന് കഴിയുമ്പോൾ ഞാൻ ഈ റബ്ബർ 200 രൂപയ്ക്ക് എടുത്തെങ്കിൽ 400 രൂപയ്ക്ക് റബ്ബർ കൊടുക്കണമെന്ന് ഞാൻ ടയർ കമ്പനിക്കാരൻ 400 രൂപയ്ക്ക് റബ്ബർ മേടിക്കണ്ടേ? മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടുത്തെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ സ്വാഭാവികമായി ഹോൾസെയിലായിട്ട് വാങ്ങുന്ന നിലയിലേക്ക് കോർപ്പറേറ്റുകൾ വരും. അതാണ് അവിടെ ഒരു സംശയമുണ്ട് ശ്രീ സന്ദീപിന്. എനിക്കല്ല പി സി ജോർജ്, താങ്കൾ പറഞ്ഞ ലോജിക്ക് പ്രകാരം അപ്പോ താല്പര്യം ടയർ കമ്പനിക്കാരനോടാണോ കർഷകനോടാണോ? എനിക്കോ? അല്ല, ആ ഉദാഹരണം താങ്കൾക്കല്ല, താങ്കളുടെ ഉദാഹരണത്തിന്റെ കാര്യം. ഇങ്ങനെ മഞ്ഞ കണ്ണുമായിട്ട് ഇരിക്കരുത്. താങ്കളുടെ ഉദാഹരണത്തിന്റെ കാര്യം ചോദിച്ചത്. അല്ല ശ്രീ റെജി ലൂക്കോസ്, അപ്പൊ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇത് തന്നെയാണ് ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത്. ഈ മണ്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്? ഈ മണ്ടികൾ നടത്തുന്ന ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് തന്നെ തരാം. ശ്രീ പി സി ജോർജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇപ്പോ. ഇതിന് മാറ്റം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു നിമിഷം ശ്രീ പി സി ജോർജ് പറയും. ഞാൻ ഇനി വഴക്കിനും വയ്യാവരിക്കൊന്നും ഇല്ല. എനിക്ക് ഇനി നേരമില്ല. സൗകര്യം മതി. എനിക്ക് പറയാൻ സമയം തന്നെ ഞാൻ പറയും. തീർച്ചയായും താങ്കൾക്ക് തന്നെയാണ് ശ്രീ പി സി ജോർജ് പറയും. അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം കൃഷിക്കാരൻ ഇത്രയധികം കൃഷിക്കാരനുള്ളപ്പോ അവനൊരു വേദനയുണ്ടായാൽ ആ വേദന എന്തെന്ന് പരിശോധിക്കണ്ടേ? ഒരു കൊല്ലത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നിന്നെ ആലോചിക്കാം എന്ന് പറയുന്നതിന് പകരം ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം. പാർലമെന്റ് എം പിമാരോട് ചർച്ച നടത്തുന്നത് ജനങ്ങൾ അറിയട്ടെ. ഇപ്പോ അവിടെ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കർഷകർ അവിടെ വരുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വരുന്നതാണോ? അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സന്ദേഹമാണ് അവരെ സമരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ആ സമരം തകർക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സിനിമാ നടനെ പോലുള്ള മാന്യന്മാർ ഊളത്തിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഒരു സമരം നടക്കുമ്പോൾ സമരത്തിന് എല്ലാം ശരിയെ നടക്കാവുള്ളൂ എന്ന് പറയരുത്. ഒരു യുദ്ധമായത്. അതുപോലെ ആയിരക്കണക്കിന് പോലീസും പട്ടാളം അതിനുവേണ്ടിയുള്ള യുദ്ധമായിട്ട് നടക്കുമ്പോൾ യുദ്ധത്തിൽ മലവും മൂത്രവും ഉണ്ടാവും. മലം മാത്രമൊന്നും മൂത്രം മാത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സ്വാഭാവികമായി സമരം നടക്കുമ്പോൾ സിനിമാക്കാരനെ കയറി കൊടി കെട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെട്ടിയെന്നിരിക്കും. ഒരു യുദ്ധമായത്. ഇതുപോലെ ട്രാക്ടർ ഓടിക്കുന്നു. ട്രാക്ടർ ഓടിച്ചുകൊണ്ട് കൃഷിക്കാരൻ വരുമ്പോ അവൻ മനഃപൂർവ്വം വന്നതല്ലേ? എന്തിന്? ഈ പോലീസിന്റെ നരനായിട്ട് അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ് വന്നത്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഒരു സമരമാകുമ്പോ എത്ര ദിവസമായി? 11 ചർച്ച നടന്നെന്ന് പറഞ്ഞു. സമരം എത്രയായി? ഇത്രയും ദിവസമായിട്ട് ഈ സമരത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവണ്ടേ? സ്വാഭാവികമായി സമരം നടത്തുന്ന ആളുകളും രോഷാകുലരാകാം. ആ സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരണാധികാരികളാണ്. ഞാൻ BJP വിരുദ്ധനായിട്ട് സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു വിരുദ്ധനല്ല. ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട്. അവർ ഉടൻ തന്നെ അത് ചെയ്യേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ BJP ഇതര മുഴുവൻ ഗവൺമെന്റും നിയമസഭയിൽ പാസാക്കിയുള്ള പ്രമേയം ഈ നിയമത്തിനെതിരെ, സ്വാഭാവികമായ നിയമത്തിനെതിരെ മുഴുവൻ നിയമസഭകളും പ്രമേയം പാസാക്കിയപ്പോ അതൊന്ന് ചർച്ച ചെയ്യാനുള്ള മര്യാദ ഇന്ത്യൻ പാർലമെന്റും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കാണിക്കണ്ടേ? എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല? അവിടെയല്ല പ്രശ്നം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനുള്ളൂ, ദീർഘമായിട്ട് ഒന്നും പറയുന്നില്ല. ഈ നിയമത്തിൽ അപാകത ഉണ്ടെന്ന് ഇന്ത്യയിലെ ജനകോടികൾ വിശ്വസിക്കുന്നു.
ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, അതായത് BJP ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്ന വാക്ക് പറയുന്നു. ഈ നിയമം എന്തോ കുഴപ്പമുണ്ടെന്ന് ജനം വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ എത്രയും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും പ്രതിപക്ഷത്തിന്റെയും ഭരണകക്ഷിയിൽപ്പെട്ട MP-മാരുടെ ചർച്ചയ്ക്ക് വിടുകയും അവിടെ ഒരു സബ്ജക്ട് കമ്മിറ്റി, ഇവിടെ സബ്ജക്ട് കമ്മിറ്റി ഉണ്ട്, അവിടെ സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കാം. ആ സെലക്ട് കമ്മിറ്റി വെച്ച് ജനങ്ങളിൽ നിന്ന് തെളിവെടുത്തതിന് ശേഷം ഈ നിയമത്തിന്റെ വശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, കർഷക വിരുദ്ധം എന്ന് കരുതുന്ന വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ നിയമവുമായി മുമ്പോട്ട് പോകുന്നതാണ് സാമാന്യ നീതി എന്ന് എന്റെ മനസാക്ഷി പറയുന്നു. സൗകര്യം ഉണ്ടെ കേൾക്കാം, അതേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഇതൊരു കോംപ്ലക്സ് ആണ്, പല നിയമങ്ങളും നിയമവ്യവസ്ഥ, നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ ഇതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയെങ്കിൽ ഈ ഒരു ഉപായം അതൊരു മികച്ച സജഷൻ കൂടിയാണ്. ഞാൻ വേഗത്തിൽ തിരിച്ചെത്താം സന്ദീപിലേക്ക്, ഒപ്പം റെജി ലൂക്കോസിലേക്ക്, വിനോദ് സെനിലേക്ക് എനിക്കൊരു ഇടവേള അനിവാര്യമാണ്, പെട്ടെന്ന് തിരിച്ചെത്താം. PC ജോർജ് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു അത്, ദയവായി ഒന്നുകൂടി ക്ഷമിക്കുക. ശ്രീ PC ജോർജ്, ആ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ട് ഇടനിലക്കാരെ കുറിച്ച് പരാമർശിക്കുന്നില്ല? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആ സുഹൃത്ത് വളരെ ആത്മാർത്ഥമായി പ്രധാനമന്ത്രിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടി സംസാരിച്ചു. അതിന് മറുപടി യഥാർത്ഥത്തിൽ പറയേണ്ട റെജി ലൂക്കോസ്, ഞാനല്ല. ഞാനൊരു വളരെ ചുരുക്കമായിട്ടൊക്കെ നിർത്തിക്കുക, റെജി ലൂക്കോസ് തന്നെ സംസാരിക്കട്ടെ. ഒരു കാര്യം ആ സുഹൃത്തോട് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ കുട്ടനാട്ടില് കൃഷിക്കാരന് നെല്ലെടുക്കാൻ പറ്റുമോ, തൊഴിലാളി പറയുന്നത് കാശ് കൊടുക്കണ്ടെന്ന്. എന്റെ സഹോദരൻ, ഇങ്ങനൊക്കെ പറയാമോ? കർഷകനും കർഷക തൊഴിലാളി കേരളത്തിൽ ജീവിക്കണ്ടേ? കാർഷിക തൊഴിലാളി ആ മനുഷ്യനല്ലേ? അവര് വേർപ്പിന് വില കൊടുക്കണ്ടേ? അവിടെ കേരളത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളൊന്നുമല്ല, അവിടെയുള്ള കൃഷിക്കാരന്റെ മുഴുവൻ നെല്ലും വില നിശ്ചയിച്ചില്ല, വില അനുസരിച്ച് എടുക്കുക മാത്രമല്ല മുഴുവൻ പണവും കൊടുത്തു തീർന്നു. എന്നിട്ടാ ഇങ്ങനെ വർത്തമാനം പറയുന്നേ? അവിടെ കർഷകനെ പോലെ തന്നെ കർഷക തൊഴിലാളിയുണ്ട്, തൊഴിലാളി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, കൃഷിക്കാരന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, ഒരു തർക്കവും കുട്ടനാട്ടിലില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വർത്തമാനം പറ്റുന്ന കാര്യം? അതുകൊണ്ട് തൊഴിലാളിയെ ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തെ പോലെ ഒരു സംസ്ഥാനം സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ബാക്കി നമ്മുടെ റെജി ലൂക്കോസ് വളരെ വിശദമായിട്ട് മറുപടി പറയട്ടെ, ഞാനല്ല അദ്ദേഹം മറുപടി പറയേണ്ടത്, അതിന് സമയം കൊടുക്കുകയാണ്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്. റെജി. താങ്ക് യു ജോർജ് സാറേ. തീർച്ചയായിട്ടും അതായത് സന്ദീപ് ഇവിടെ പറഞ്ഞത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ പതിവിന് വിരുദ്ധമായിട്ട് ഒരു ചാനലിലും കേൾക്കാത്ത രീതിയിലുള്ള ഈ രാജ്യത്തെ കർഷകരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക ചെയ്തേ. സന്ദീപ് എന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. സന്ദീപിനുള്ള മറുപടികൾ എണ്ണി ഞാൻ പറയാം. അതിനുള്ള സമയം ശാമ്പാവ് ജോർജ് സാർ എനിക്ക് അനുവദിച്ചതിന്റെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്ദീപ് ഇപ്പൊ ജോർജ് സാർ പറഞ്ഞല്ലോ, സന്ദീപ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആക്ഷേപിച്ച് സംസാരിച്ചു. സാധാരണ അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരാളല്ല. കുട്ടനാട് ഞങ്ങളുടെയൊക്കെ നാടിന്റെ അവിടെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറം കുട്ടനാട്. എന്റെയൊക്കെ വീടിരിക്കുന്നത് തന്നെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ അപ്പർ കുട്ടനാടായി. ഈ കുട്ടനാട്ടിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഒരു കർഷകന്റെ വേദന പറയാൻ പറ്റും? അവന് സ്വാഭാവികമായി മട വീഴുന്നതിന്റെ ഒക്കെ ഉണ്ട്. ഇപ്പൊ തറവല കൂട്ടിയിരിക്കുക. തന്നെയുമല്ല, അത് വാങ്ങിക്കുന്ന ആരാ? ഇവിടുത്തെ കുത്തമുതലാളിയല്ല സന്ദീപേ, കേരള സർക്കാരാണ് വാങ്ങിക്കുന്നത് കാലങ്ങളായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ഈ നിയമത്തിൽ വരുന്നത് എന്താ? അംബാനിക്ക് വേണ്ടിയിട്ടും അദാനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ FCI ഗോഡൌണിലേക്ക് നിറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനം, ചന്തകളിൽ പോയി ഓപ്ഷൻ എടുക്കുന്ന സംവിധാനങ്ങളെ നിങ്ങൾ ഉടച്ചുകൊണ്ട് അംബാനിക്കും അദാനിക്കും വേണ്ടി നിങ്ങൾ ഓപ്പൺ മാർക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് കേരളം അവിടെ ആയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈ അംബാനി എന്ന് പറയുന്ന റിലയൻസ് കോർപ്പറേറ്റ് മുതലാളി ഈ ഒരു പ്രസ്താവന ഇറക്കി. അത് അയാളെന്താ ഇന്ത്യയുടെ രണ്ടാമത്തെ സമാന്തര ഗവൺമെന്റ്. അയാൾ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ സർക്കാരിനെ കർഷകരെ ആദരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഭൂമി വാങ്ങിച്ചു കൂട്ടത്തില്ല, ഞങ്ങൾ തറവില ഒരിക്കലും മാറ്റത്തില്ല. ഈ 3 കാര്യങ്ങളും പറയേണ്ട കേന്ദ്ര ഗവൺമെന്റ്. ഈ അംബാനിയുടെ റിലയൻസ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഇന്ത്യൻ ജനതയോടും കർഷകരോടും പറയാൻ എന്ത് അധികാരം? അതിൽ തന്നെ വളരെ വ്യക്തമല്ലേ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയെന്നുള്ളവരും വളരെ വ്യക്തമല്ലേ? FCIയുടെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗോഡൌണുകൾ ഏതാണ്ട് പകുതിയോളം ഓൾറെഡി തന്നെ അയാൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ഒറ്റ ഉദാഹരണം പറയാം. കാർഷിക മേഖലകളിൽ കർഷകർ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളുടെ ഈ കേന്ദ്ര സർക്കാരും BJPയുടെ ഏജന്റുമാരും കൊട്ടിക്കൊഴിച്ചല്ലോ, അവരെല്ലാം തീവ്രവാദികളാണ്, കാര്യസാമവാദികളാണെന്ന്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു എന്താ അറിയോ, നിങ്ങളുടെ ഈ ഭരണകൂടത്തിലെ വോയിസ് ഓഫ് ഡിസന്റ് അതാരെന്നറിയോ? രാജ്നാഥ് സിംഗ് പറഞ്ഞു 14ാമത്തെ ദിവസം ഒരിക്കലും അവർ കാര്യസാമവാദികളോ തീവ്രവാദികളല്ലെന്ന്. നിങ്ങൾ രാജ്നാഥ് സിംഗിനെ തള്ളി പറയോ? ധൈര്യമുള്ളൂ നിങ്ങൾക്ക് പറയാനായിട്ട്? ഇവിടെ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് ഈ രാജ്യത്തോട് പറഞ്ഞതാ അവര് തീവ്രവാദികളല്ല, അവർ കർഷകർ തന്നെയാണെന്ന് പറഞ്ഞു.
നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇടപെട്ട് റെജി ലൂക്കോസ് ആ പോയിന്റ് തന്നെ പിടിക്കണേ. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, ഒന്ന് ഇടപെട്ട്. കാരണം ഞാൻ സമയം തരും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും സമയം തരും. പക്ഷേ എനിക്കൊരു സംശയമാണ് റെജി ലൂക്കോസ്. ഞാനത് തെറ്റാണോ ശരിയാണോ ഒന്നും അറിയില്ല, കാരണം അത് തിരുത്തേണ്ടത് താങ്കൾ തന്നെയാണ്. ഇളംകുളത്ത് നാട് പാടശേഖരത്ത് നിന്ന് കൊയ്ത 1500 കിൻഡൽ നെല്ല് പാടത്ത് കൂട്ടിയിട്ട് ഒരാഴ്ചയായി കാവലിരിക്കുകയാണ് കർഷകർ. കഴിഞ്ഞ ദിവസം ഏജന്റ് പാടം സന്ദർശിച്ചെങ്കിലും സംഭരണ കാര്യത്തിൽ തീരുമാനമായില്ല. ചുമട്ടുകൂലി ഒഴിവാക്കണമെന്ന ആവശ്യം പോലും, കർഷകരുടെ ആവശ്യങ്ങൾ പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് എൻ്റെ ഒരു സംശയം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അല്ല, നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും ഇങ്ങനെ എവിടെയോ ഒരു ഇളങ്ങുന്നതാതെ എവിടെയോ ഒരു 3-4 ഇത് ഞാനല്ല, ഇത് ഇന്നലെ ചെങ്കോട്ട പിടിച്ചെടുക്കി എന്നൊക്കെ പറഞ്ഞ മാതൃഭൂമി പത്രമാണ് ഇത് കൊടുത്തത്. ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡോ അല്ല ശ്രീ റെജി ലൂക്കോസ്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചിരുത്തി സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ചർച്ചയിൽ മൗനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മൗനം വേണ്ട, പറഞ്ഞോളൂ. സംശയം മാത്രമാണ്. സംശയം ചോദിക്കരുത് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് രീതിയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അവസാനം ചോദിക്കൂ. നിങ്ങൾ ആ ചർച്ച, ഞാൻ സംസാരിക്കുന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യുന്നത്? തീർച്ചയായും പറഞ്ഞോളൂ. അല്ല, അത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു പോളിസി തന്നെ മാറ്റി. നമ്മളൊക്കെ എത്ര വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 82% വരുന്ന ഇന്ത്യയിലെ കർഷകനെ ആക്ഷേപിച്ചുകൊണ്ട് അവൻ ഓടിക്കാരെ പോകാൻ പറ്റത്തില്ല, അവന് ബെൻസിൽ പോകാൻ പറ്റത്തില്ല, അവൻ നടന്നു പോകണമല്ല, അവൻ സൈക്കിളിൽ പോകണമല്ല, കാളവണ്ടി പോകണം എന്നൊക്കെ ഒരു ജനപ്രതിനിധി അല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിലിരുന്നോണ്ട് നിങ്ങളുടെ ചാനൽ അതോർത്തോട് പറഞ്ഞാൽ റെജി വേണ്ടാത്ത പറയരുത്. റെജി വേണ്ടാത്തത് പറയരുത്. ഈ ചാനലിൽ ഇരുന്നോണ്ട് റെജി തോന്നിവാസം പറയരുത് ചർച്ചയില്, കേട്ടോ? എന്താ തോന്നിവാസം പറ? ഞാൻ അങ്ങനെ പറഞ്ഞു? താങ്കൾ എവിടെയാ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഓടിയോക്കാരുണ്ടെന്നുള്ളത് പറഞ്ഞു. ഓടിക്കാറുള്ളവൻ ഫാർമർ തന്നെയാണോ എന്നാണ് റെജി ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം കർഷകൻ ഓടിക്കാരിൽ പോകാൻ പാടില്ല എന്നാണെന്ന് താങ്കൾ എവിടുന്ന മലയാളം പഠിച്ചത്? താങ്കളെ ഡ്രില്ല് സാറാണോ മലയാളം പഠിപ്പിച്ചത്? അതിന് മലയാളം എന്താ? ഓടിയും ബെൻസും കോണ്ടസ കാറും ഉള്ളവൻ കർഷകനാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കർഷകർക്ക് ഓടിക്കാരെ പോകാൻ പാടില്ല എന്നാണെന്ന മലയാളം റെജി ലൂക്കോസ് എവിടെ നിന്നാണ് പഠിച്ചത്? ആ പഠിച്ച പാഠം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി റെജി. കള്ളം പറയുന്നത് താങ്കളുടെ ജന്മാവകാശമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഇവിടെ എടുക്കരുത്, അത് എന്റെ പേരിലാക്കരുത്. താങ്കൾ കള്ളം പറഞ്ഞോ, അത് എന്റെ വായിൽ തിരികണ്ട, കേട്ടോ? താങ്കൾക്ക് കള്ളം പറയാൻ നല്ല മിടുക്കുള്ള ആളാ, പക്ഷെ അത് സന്ദീപ് പറഞ്ഞു എന്ന് പറയണ്ട, റെജി ലൂക്കോസ് പറഞ്ഞോളൂ, എനിക്കൊരു വിഷയമില്ല. റെജി പറഞ്ഞോളൂ. ഇല്ല, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഇത് റെജി ലൂക്കോസ് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഈ ഓടിക്കാറിലും ബെൻസിലും ഒക്കെ വരുന്നവരെ കർഷകരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ഒരു ചോദ്യമേ ഉള്ളൂ. കാരണം ഒരു ഇടനിലക്കാരെ പ്രശ്നം ഇവിടെയുണ്ട് റെജി ലൂക്കോസ്. കർഷക കലാപമല്ലെന്ന്, ബ്രോക്കർ കലാപമാണ് റെജി. റെജി പറഞ്ഞോളൂ. സംസാരിപ്പിക്കാനുള്ളതും ശാംബാവും സന്ദീപ് ഉറപ്പിച്ചു. അതായത് ചർച്ചയിൽ വന്ന് കൗണ്ടർ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. പറഞ്ഞതിൽ നാണക്കേട് തോന്നുന്നുണ്ട്, അതങ്ങ് പറഞ്ഞേര്. നിങ്ങൾ പറഞ്ഞ ലോകം മുഴുവൻ കേട്ടു, ഇപ്പോഴും ആവർത്തിച്ചു. ഇപ്പൊ ശാംബാവ് ആവർത്തിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് റെജി, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കർഷകനെ പ്രിജിങ്ങനെ അവന് ഓടിക്കാൻ, ഞാൻ നാളെ ഓടിയല്ല ഫെരാരി വാങ്ങിക്കാൻ സാമ്പത്തികം ഉണ്ടായി, ഞാൻ അത് വാങ്ങിക്കുന്നവനാ. അവന്റെ പേര് കർഷകൻ എന്നല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാട്ടിൽ അതിലും പതിതരായ കർഷകരുണ്ട് റെജി, മനസ്സിലായോ? അവർ ഇടനിലക്കാരാണ്. ഇടനിലക്കാരെ പറ്റി സംസാരിക്കുന്ന സർക്കാർ അല്ലത്. വരുന്നവൻ കർഷകനാണോ നിങ്ങൾ ചോദിച്ചോ? കർഷകനാണോ എന്ന് ഇപ്പോഴും ചോദിക്കുകയാണ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ബിജെപിയുടെ മനോഭാവം അത്. ഞങ്ങളുടെ മനോഭാവം എന്താണെന്ന് ഈ നാട്ടിലെ കർഷകർക്ക് അറിയാം റെജി ലൂക്കോസേ. 60 വർഷമായിട്ട് 23 വിളകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത സർക്കാരാണിത്, കേട്ടോ? ഇന്നലെയും കൂട്ടി കൊപ്രയുടെ താങ്ങുവില. റെജി വാർത്തയൊക്കെ വായിച്ചിട്ട് വാ. 78% കർഷകരാ. നിങ്ങളുടെ പ്രേക്ഷകരിലുണ്ട് കർഷകര്, നിങ്ങൾ അവരെയും കൂടെ അവമാനിച്ചത്. അല്ല, തീർച്ചയായും നമുക്ക് അതിലേക്ക് അധികം പോകണ്ട. ഇരവാദം കയ്യിൽ വെച്ചാൽ മതി, കേട്ടോ? ഇതിൽ പ്രശ്നം ശ്രീ റെജി ലൂക്കോസ്, ഇതിൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നത് ഈ ഇടനിലക്കാരുടെ കോൺസെൻട്രേറ്റ്, ഈ ഇടനിലക്കാരിൽ എന്താണ് വരാത്തതെന്നാണ് ചോദ്യം. 12% ശ്രീ റെജി ലൂക്കോസ്, 12%. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കർഷകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളയുടെ 12% ഇവർ തിന്ന് തടിച്ചു കൊഴുക്കുന്നത്.
4000-5000 കോടിയുടെ ആസ്തിയുള്ള മണ്ടി ഈ ഇടനിലക്കാരുകൾ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതത്ര നിസ്സാരമാണെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. യെസ്, അതല്ല പോയിന്റിലേക്ക് വരാം. ഈ ആസൂത്രണം ചെയ്തത് ആര് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ. റെജി ലൂക്കോസിന് പറയാം. വാട്ടർ ബേബി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു കോട്ടുണ്ട്, ഞാനത് ഇവിടെ എടുത്തിടുക. എന്താ അറിയോ? ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു നിയമവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതാണ്, പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കോട്ട. അത് സന്ദീപിന് അറിയാം. സന്ദീപിനൊന്നും അറിയാൻ പറ്റാത്താളൊന്നുമല്ല. പക്ഷേ ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട, കർഷകർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിഞ്ഞ 100-150 വർഷമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് എന്താ പറയാ വിഷയം. സന്ദീപ് എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരും ആങ്കർമാരാണോ? എന്തായാലും എന്തൊരു കഷ്ടമായി. ഇങ്ങനെയൊക്കെയാണോ? അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞേ ഉള്ളൂ ശ്രീ റെജി ലൂക്കോസ്. അതിലേക്ക് അസഹിഷ്ണുത പാടില്ല. പറയൂ. നിങ്ങൾ ഫ്ലോ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. കാരണം നിങ്ങൾ പൊളിഞ്ഞുകൂടെ? കാരണം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ നിങ്ങളൊരു നീച കഥാപാത്രങ്ങളായിട്ട് ഈ പറയുന്ന ഭരണകൂടം മാറി. ഒരു തർക്കമല്ല കാര്യം. 4 ഗുജറാത്തികളാണ് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ അറിയാമല്ലോ. വേദനയോട് പറയുന്നു ഇന്ത്യൻ ജനത പറയുന്ന അറിയോ? നരേന്ദ്രമോദി, അമിത്ഷാ, അംബാനി, അദാനി അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഇടനിലക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ കർഷകർ പറയുന്നു ഞങ്ങൾ ഇതുവരെ എന്റർടൈൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ വിപണന തന്ത്രം മതി, ഞങ്ങളുടെ തറവല ഒരിക്കലും മാറ്റാൻ പാടില്ല. ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്ടീവ് സോഴ്സുകൾ മുഴുവൻ നിങ്ങൾ മറച്ചു കൊടുക്കുന്നത് പാടില്ല. ഈ 3 നിയമങ്ങളും നിങ്ങൾ നേരത്തെ ഒരു വാചകം പറഞ്ഞു, എനിക്കൊരു കംപ്ലീറ്റ് അവസരം തരണം. പ്രധാനമന്ത്രി വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. ഇന്ത്യയിലെ ഏതെങ്കിലും കർഷകരുടെ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് സുഹൃത്തെ 11 തവണ ഇന്ത്യയുടെ കൃഷിമന്ത്രിയും പീയൂഷ് ചാവള പോലെയുള്ളവരായിട്ടിരുന്ന് ചർച്ച ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് കർഷകർ വന്നേ? അവരുടെ ഡിമാൻഡ് എന്തായിട്ട്? അവർക്ക് പ്രധാനമന്ത്രിയെ കാണണമെന്നില്ല. പ്രധാനമന്ത്രിയെ കാണണമെന്ന് ഞങ്ങളെ പോലുള്ളവർ പറയും. എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഇടപെടട്ടെ ശ്രീ റെജി ലൂക്കോസ്. എന്നോട് ദയവായി ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഇടപെട്ടോട്ടെ. എവിടെയാണ് നിലവിലെ സംഭരണ തത്വങ്ങൾ ഇല്ലാതാക്കുന്ന വ്യവസ്ഥ ഈ നിയമത്തിലുള്ളത്? എവിടെയാണ് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസിനെ കുറിച്ച് ഈ നിയമത്തിൽ പറയുന്നത്? ഇതൊന്നും ഈ നിയമത്തിലില്ല. മണ്ഡി സിസ്റ്റങ്ങൾ ഇല്ലാതാക്കുന്നുണ്ടോ? ഇല്ല. മണ്ഡി സിസ്റ്റങ്ങൾ അവിടെ തന്നെയുണ്ട്. പകരം വേറെ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മിനിമം സപ്പോർട്ട്, തറവില, അടിസ്ഥാന തറവില, താങ്ങുവില, ഇതൊന്നും ഇല്ലാതാക്കുന്നുണ്ടോ? ഈ നിയമത്തിൽ അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? ആ നിയമത്തിൽ പുറയുന്നുള്ള ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലാതെ കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തതോടുകൂടി സ്വാഭാവികമായിട്ട് അവർ ഈ നിയമത്തിൽ അത് ഒരു സ്ഥലത്ത് നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാൽ മതി. ശ്രീ റെജി ലൂക്കോസിന് വമ്പൻ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെ, അതിനെനിക്ക് പറയാമല്ലോ. കാരണം ഈ നിയമം അത്യാവശ്യം ഞാൻ ധാരണയോട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ശ്രീ റെജി ലൂക്കോസ്. അല്ല, അങ്ങനെ പറയാതെ. ശാംബാ പൊതുവെ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പും. പക്ഷെ ഇടപെടുന്ന ഒരു ശരിയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ ഉദാഹരണം പറയാം. ബീഹാറിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നിയമം അവിടെ അടിച്ചേൽപ്പിച്ചു. ബീഹാർ സ്റ്റേറ്റിൽ അന്ന് അവരുടെ ഫ്രീഡം, അതായത് അവർക്ക് ബീഹാർ ഗവൺമെന്റ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് അതിനുശേഷം അവിടെ ബീഹാറിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം 2 ഹർത്താൽ നടത്തി. 2 ഹർത്താൽ. സന്ദീപ് അറിയാലോ, തർക്കിക്കാനൊന്നും പറയണ്ട, അതൊക്കെ കറക്റ്റ്. ഞാനതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് നിഷാദ്. എനിക്കറിയാം ജനതയിലെ ഞാൻ ഭരണം എന്നുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബീഹാറിൽ ഇതിനകത്തൊരു തെളിവുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാനൊരു കറക്റ്റ് 5 വർഷങ്ങൾക്ക് മുമ്പ് 20-22 രൂപയായിരുന്നു വില. അദാനി ഉഴുന്നിന്റെ കുത്തക സ്റ്റോറേജ് ആയി. അദാനി ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള കർഷകരെ എല്ലാം അഡ്വാൻസ് പണം കൊടുത്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഉഴുന്ന് മുഴുവൻ കളക്ട് ചെയ്ത് ഇന്ത്യയിലെ പല ഗോഡൌണിലേക്ക് പൂഴ്ത്തി വെച്ചു. അദാനിക്ക് ആരാണ് ഈ കോൺട്രാക്ട് കൊടുത്തത്? നരേന്ദ്രമോദിയാണോ? ശരിയല്ല. 260 രൂപയ്ക്ക് 22 രൂപയ്ക്ക് കിട്ടിയ സാധനം ഈ കേരളം ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള തൊണ്ടെടുത്ത് മാറ്റി എക്സ്പോർട്ട് ചെയ്തിട്ട് ചവറ് സാധനമാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ വിൽക്കുന്നത്. ഇത് നാളെ ഇവിടുത്തെ അരിക്കുണ്ടാവും. ഈ പറയുന്ന അദാനി അംബാനിയെ പോലുള്ളവർ ഈ അരി മുഴുവൻ സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ എഫ്സിയുടെ ഗോഡൌണുകളും പ്രൈവറ്റ് കൊടുത്തത് UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ശ്രീ റെജി ലൂക്കോസ്. ഇറ്റ്സ് ക്ലിയർ. FCA contract. Adani was given the FCA contract during UPA regime. UPA ഭരണകാലത്താണത്. താങ്കൾ ഈ പറയുന്നതിന്റെ ഈ ആപത്കരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് UPA ഭരണകാലത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ. എൻ്റെ ചോദ്യം ഇപ്പോഴും വളരെ ലളിതമാണ് ശ്രീ റെജി ലൂക്കോസ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തിനാണ് നാട് കത്തിക്കാൻ ഇറങ്ങുന്നത്? കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ കളിക്കുന്ന ആരാണ്? കർഷകരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എടുത്തു പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ ചോദ്യം അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. 2014
2014 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് ഈ കരിനിയമത്തിന്റെ 2 ക്ലോസ് ഉണ്ടായിരുന്നു. ഞാനത് തർക്കിക്കുന്നില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പറയണേ. രാഹുൽ ഗാന്ധി തൊട്ടപ്പുറത്തിരുന്നിട്ട് അയാൾ അതിന്റെ അവിടെ പോയ ഈ പറയുന്ന കർഷകരെന്ന് ഇന്ത്യൻ കർഷകരെ ഇവർക്ക് ആർക്കും വേണ്ട. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെയും കേരളത്തിലെ പല സമുദായ മതവേഷധാരികൾക്ക് സമയം കൊടുത്ത് ചിലരുടെ ഒത്തുതീർപ്പിനായിട്ടൊക്കെ പോയെങ്കിലും പാവപ്പെട്ട 82% കർഷകനെ എന്റെ പ്രതിനിധിയെ കാണാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. 12 രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാര് ഇതിനെതിരെ പ്രതികരിച്ചു. 40 രാജ്യങ്ങളിൽ പ്രകടനം നയിച്ചു. കേരളത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നില്ല എന്ന് തോന്നുന്നല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഒരു നിമിഷം ശ്രീ വിനോസനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ റെജി ലൂക്കോസ് ദയവായി എന്നോട് ക്ഷമിക്കുക. ശ്രീ വിനോസൻ, നമ്മുടെ വിഷയം കലാപത്തിൻ്റെ ആസൂത്രകൻ ആരാണ് എന്നത് തന്നെയാണ്. കാരണം ശക്തമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടന്നിരിക്കുകയാണ്. UAP ഉൾപ്പെടെ ചുമത്തി അതിശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഈ കർഷകരുടെ പേരും പറഞ്ഞ് ഈ കണ്ട തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുക, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പ്രധാനമന്ത്രിയോടൊപ്പം ക്യാബിനറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹമന്ത്രിക്ക് പോലും ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ അരുചിയായി ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ തോന്നി. കൗർ എന്ന് പറയുന്ന മന്ത്രി, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മന്ത്രി, NDA എന്ന് പറയുന്ന ആ മുന്നണിയിൽ എത്രയോ കാലം കൊണ്ട് അധികാരം പങ്കിട്ടിരുന്നത്. അവർക്ക് അധികാരത്തെക്കാൾ വലുത് കർഷകന്റെ ആത്മാഭിമാനമാണ് എന്ന് തോന്നി. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറഞ്ഞതുപോലെ അവർ ഈ സമരം നയിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റിന്റെ സുഖസൗകര്യങ്ങൾ വിട്ടെറിഞ്ഞ് തെരുവിലേക്ക് മാറി. അപ്പൊ ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ പോലും മുന്നണിയിലെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെങ്കിലും വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരുന്നത്, എന്തുകൊണ്ടാണ് ഭവതിക്ക് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്? നിങ്ങൾ ഇരിക്കൂ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഇത്രയും കാലം ഈ മുന്നണിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എന്ന് പറയുന്ന തരത്തിൽ മുന്നണിക്കകത്തുള്ള ആളുകളെ മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് ആക്രോശങ്ങളല്ല വേണ്ടത്. നമ്മൾ 10-12 വട്ടം ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കുന്ന വേളയിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സകലമാന മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ, ഇത് പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങളെ പരിഗണിക്കാതെ വളരെ പെട്ടെന്ന്, കാരണം ഈ നിമിഷം ഈ നിയമം ഇപ്പോൾ പാസ്സായില്ല എങ്കിൽ ഈ രാജ്യത്തെ കർഷകന് വിനാശകരമായ എന്തോ വന്നു ഭവിക്കും. ഏതോ അണക്കെട്ടുകൾ തകരപ്പെടും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അതിദ്രുതത്തിൽ ഇന്ത്യൻ പാർലമെന്റിന് ഇത്രയും ഒരു വേഗത, എന്താ പറയേണ്ടത്, ഒരു അനിതര സാധാരണമായ ക്ഷണികമായ വേഗത. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം ദുർബലമായ പ്രതിപക്ഷമാണെങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ സംഖ്യയില്ല. പക്ഷെ ആ പ്രതിപക്ഷത്തിന്റെ എല്ലാ സീറ്റുകളിലും ഒരു വോട്ടിന്റെ അക്കൗണ്ട് ഉണ്ട് എന്നും അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ ശബ്ദമാണ് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന പാർലമെന്റിൽ ഈ നിയമം പാർലമെന്റിന്റെ ചിട്ടവട്ടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് പോലും ഈ നിയമത്തിന്റെ അരുചി അവരാദ്യമേ തന്നെ ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിന് വന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളാണ്. ഈ പറയുന്ന ട്രാക്ടർ റാലി തുടക്കം കുറിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഹരിയാന സർക്കാർ അടക്കം തടസ്സവുമായി എത്തിയെങ്കിലും അന്ന് ആ സമരം സമാധാനപൂർവ്വം. അതിനുശേഷമാണ് ഇന്ത്യയിലെ കർഷകർ ആരുമില്ല ഇവിടെ സമരം ചെയ്യുന്നത്. ഞാൻ ആ പേര് പെട്ടെന്ന് പറയാൻ മറന്നുപോയി. എന്താ പറയേണ്ടത്, ഒരു ദീർഘകായനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത ഇതിനു മുമ്പേയും രാഷ്ട്രീയമില്ലാത്ത കർഷക സമരങ്ങൾ ഒട്ടേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സമരം ചെയ്യുന്ന കർഷകർ നേരത്തെ പറഞ്ഞതുപോലെ 12-24 വട്ടമായാലും നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. കാരണം അതെ, ടിക്കായത്ത്. അപ്പൊ ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരം നടക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. ആരും വിളിച്ചില്ല.
ആരും വിളിച്ചിട്ടില്ല. യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ അഴിമതി വിരുദ്ധമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളെ, അണ്ണാ ഹസന അടക്കമുള്ള ആളുകളെ, അതിന്റെ പിറകിൽ അണിനിരുന്ന BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ സാമാന്യ പ്രവർത്തകരെ, ഈ രാജ്യത്തിലെ ഒരു ഭരണാധികാരികളും നിങ്ങൾ ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ നോക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസാമിലെയും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും ഭീകരവാദികളെ നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അപ്രകാരം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഇതൊരു സമരമാണ്. സമരത്തിന്റെ ഗതികളെ സംബന്ധിച്ചും സമരക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള തത്വത്തിലൊന്നും നമ്മൾ പറയുന്നില്ല. അത് ഡൽഹിയിലെ പോലീസ്, നിങ്ങൾ ചോദിച്ചല്ലോ ആരാണ് അക്രമണകാരികൾ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ഈ പറയുന്ന BJP ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷവും BJP അല്ല എന്ന് BJP പക്ഷവും പരസ്പരം ആരോപിക്കുന്ന ആളടക്കമുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടില് ഈ സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ക്യാമറകളിലും ദൃശ്യങ്ങൾ വന്നിരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതമായിട്ടുള്ളത് ഒരു സമരത്തിന് പ്രത്യക്ഷത്തിൽ യോജിക്കാത്ത തരത്തിലുള്ളത്. പക്ഷെ അതിനെല്ലാം നമ്മളിങ്ങനെ ഇപ്രകാരം രാജ്യദ്രോഹം എന്ന് വിളിച്ചാൽ നമ്മൾ കർഷകർ എന്ന് പറഞ്ഞിരുന്ന അവരെയും നമ്മൾ ഈ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കർഷകരെ ആരെങ്കിലും രാജ്യദ്രോഹി എന്ന് വിളിക്കൂ? ഇവിടെ പ്രശ്നം എന്താണ്? പ്രശ്നം ചിലർ ഉണ്ടാക്കിയ കലാപം. അവരെ രാജ്യദ്രോഹികളല്ലാതെ എങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു പവിത്രമായി കാണുന്ന ചെങ്കോട്ടയിലൊക്കെ കയറി ഇമ്മാതിരി തോന്നിവാസം കാണിച്ചവരെ നമ്മൾ എന്ത് വിളിക്കണം? അവരെ വീണ്ടും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പറ്റുക? ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടൊരു വിഷ്വലുണ്ട്. ഈ ചർച്ചയ്ക്ക് പോയ 11 തവണയും ചർച്ചയ്ക്ക് പോയ ഒരു മഹാനാണ് ട്രാക്ടറിൽ കയറി പോലീസിനെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടി ഓടി നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എല്ലാം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ, അധ്വാനത്തിന്റെ വിലയറിയുന്ന ഒരു കർഷകൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സമരത്തിന്റെ ഞാൻ സൂചിപ്പിച്ചത് എന്ന് പറയുന്നത്, നമ്മൾ ഈ സമരത്തിനെ അഭിസംബോധന ചെയ്യുന്ന, ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരു ബഹളത്തിലേക്കും ഈ രാജ്യം ഈ കോവിഡിന്റെ കാലത്ത് വഴുതി വീഴപ്പെട്ടില്ലായിരുന്നല്ലോ. പരിണതപ്രജ്ഞരായ പാർലമെന്റേറിയന്മാർ മുഴുവൻ പറഞ്ഞതല്ലേ നമുക്ക് ഈ നിയമത്തിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളുടെ ആവശ്യമുണ്ട്. ചില ഘട്ടങ്ങളിൽ ചില നിയമങ്ങളെ സംബന്ധിച്ച് അത് ആരുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തവരോടൊത്തല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയക്കാരന്റെ മേലല്ല. ഈ നിയമം ആർക്കാണോ ബാധകമാകുന്ന ജനതയെ സംബന്ധിച്ച് അവർക്കിത് വേണ്ട. അവർ ഈ നിയമത്തിന് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ എന്താ പറയേണ്ടത്? നമ്മൾ ഈ പറയുന്ന മണ്ഡി സമ്പ്രദായത്തിലെ നാട്ടിൻപുറത്തെ നമ്മുടെ ബ്ലേഡ് പലിശക്കാരെ, നമ്മൾ മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമ കടമെടുത്ത് പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഗോപാലകൃഷ്ണൻ നിന്ന് പുതുതലമുറ ബാങ്കിലേക്ക് പരിണമിക്കുമ്പോൾ ദുരന്തം വരുമെന്ന് അവർ കണക്കാക്കുന്നു. അതായത് നമ്മൾ ഈ പറയുന്നത് ഇതെന്താ? ഈ പറയുന്ന 12% കൈപ്പറ്റുന്ന പ്രാദേശിക ബ്രോക്കർമാരിൽ നിന്ന് നമ്മൾ ഇവരെ മോചിപ്പിച്ചു കൊണ്ടുകൊടുക്കുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്കാണ്. എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം ഒരുപക്ഷെ എൻ്റെ അജ്ഞാനമായിരിക്കാം. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നത് ഇതിൽ എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിമപ്പെടുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ ബില്ല് ഒരുപക്ഷെ എൻ്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രീ PC ജോർജ്, താങ്കൾ ഈ ബില്ലിൽ കൃത്യമായി തന്നെ പഠനം നടത്തിയ ഒരാളാണ്. എനിക്കൊന്ന് ദയവായി പറഞ്ഞു തരാമോ, ഇത് എവിടെയാണ് ഈ കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുന്നതെല്ലാം? ഞാൻ അത് കഴിഞ്ഞ് സന്ദീപിലേക്ക് വരാം. കേൾക്കാം ശ്രീ PC. കേൾക്കാം ശ്രീ PC ജോർജ്, കേൾക്കാം. അതായത് ഈ നിയമത്തിന്റെ കുഴപ്പം, ഒന്നാമത് നിയമം അങ്ങ് പാസ്സാക്കി, ആ നിയമത്തിന്റെ റൂൾസ് എന്താണെന്ന് ഇതുവരെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല. സ്വാഭാവികമായി ഇങ്ങനൊരു നിയമം വന്നാൽ വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകാറുള്ളത്. ഞാനിവിടെ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിൽ ചെലവാകില്ല, എന്നാൽ രാജസ്ഥാനിലോ UP-യിലോ ബീഹാറിലോ ചെലവാകും എന്ന് പറഞ്ഞ ഇതാണ്. പഞ്ചാബിൽ എന്താ ഇത്രമാത്രം ശക്തമായിട്ട് സമരം വരാൻ കാരണം? അതായത് കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഒരു സ്ഥലം ഇവിടെ ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഇപ്പോ റബ്ബറുണ്ട്. ഈ റബ്ബർ കൃഷിക്ക് മുഴുവൻ ഇപ്പോ 151 രൂപ വിലയുണ്ട് 1 കിലോ റബ്ബറിന്. 200 രൂപ വില വെച്ച് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. മുഴുവൻ റബ്ബർ എന്റെയിലാവും. മനസ്സിലായില്ലേ? ഒരു കൊല്ലത്തേക്ക് റബ്ബർ മുഴുവൻ 200 രൂപ വെച്ച് ഞാൻ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ എന്റെ കയ്യിലായി. പിന്നെ റബ്ബർ ഇല്ല. റബ്ബർ വെട്ട് നിന്ന് കഴിയുമ്പോൾ ഞാൻ ഈ റബ്ബർ 200 രൂപയ്ക്ക് എടുത്തെങ്കിൽ 400 രൂപയ്ക്ക് റബ്ബർ കൊടുക്കണമെന്ന് ഞാൻ ടയർ കമ്പനിക്കാരൻ 400 രൂപയ്ക്ക് റബ്ബർ മേടിക്കണ്ടേ? മനസ്സിലായില്ലേ?
ഇതാണ് ഇവിടെ വരാൻ അപ്പൊ പോകുന്നത്. ആരോടാണ് ഇവിടുത്തെ കർഷകൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ സ്വാഭാവികമായി ഹോൾസെയിലായിട്ട് വാങ്ങുന്ന നിലയിലേക്ക് കോർപ്പറേറ്റുകൾ വരും. അതാണ് ശ്രീ പി സി ജോർജ്, അവിടെ ഒരു സംശയമുണ്ട് ശ്രീ സന്ദീപൻ, എനിക്കല്ല ശ്രീ അല്ല, ശ്രീ സന്ദീപൻ. പി സി ജോർജ്, താങ്കൾ പറഞ്ഞ ലോജിക്ക് പ്രകാരം അപ്പോൾ താല്പര്യം ടയർ കമ്പനിക്കാരനോടാണോ കർഷകനോടാണോ? എനിക്കോ എനിക്ക് അല്ല, ആ ഉദാഹരണം താങ്കൾക്കല്ല, താങ്കളുടെ ഉദാഹരണത്തിന്റെ കാര്യം. ഇങ്ങനെ ഇങ്ങനെ മഞ്ഞ കണ്ണുമായിട്ട് ഇരിക്കരുത്. അല്ല, താങ്കളുടെ ഉദാഹരണത്തിന്റെ കാര്യം ചോദിച്ചത്. അവരുടെ കാര്യം പറഞ്ഞു. 100% സത്യമായ കാര്യമാണ്. അതാണ് ഇവര് അല്ല ശ്രീ റെജി ലൂക്കോസ്, അപ്പൊ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇത് തന്നെയാണ് ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത്. ഈ മണ്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്? ഈ മണ്ടികൾ നടത്തുന്നത് ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾക്ക് തന്നെ തരാം. ശ്രീ പി സി ജോർജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇപ്പോ. ഇതിന് മാറ്റം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു നിമിഷം ശ്രീ പി സി ജോർജ് പറയും. രജിയും, ഞാൻ ഇനി വഴക്കിനും വയ്യാവരിക്കൊന്നും ഇല്ല. എനിക്ക് ഇനി നേരമില്ല. സൗകര്യം മതി. എനിക്ക് പറയാൻ സമയം തന്നെ ഞാൻ പറയും. തീർച്ചയായും താങ്കൾക്ക് തന്നെയാണ് ശ്രീ പി സി ജോർജ് പറയും. അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം കൃഷിക്കാരൻ ഇത്രയധികം കൃഷിക്കാരനുള്ളപ്പോ അവനൊരു വേദനയുണ്ടായാൽ ആ വേദന എന്തെന്ന് പരിശോധിക്കണ്ടേ? ഒരു കൊല്ലത്തേക്ക് മാറ്റിവെക്കാം, അല്ലെങ്കിൽ നിന്നെ ആലോചിക്കാം എന്ന് പറയുന്നതിന് പകരം ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം. പാർലമെന്റ് എംപിമാരോട് ചർച്ച നടത്തുന്നത് ജനങ്ങൾ അറിയട്ടെ. ഇപ്പോ അവിടെ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കർഷകർ അവിടെ വരുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വരുന്നതാണോ? അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സന്ദേഹമാണ് അവരെ സമരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ആ സമരം തകർക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സിനിമ നടനെ പോലുള്ള മാന്യന്മാർ ഊളത്തിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഒരു സമരം നടക്കുമ്പോൾ സമരത്തിന് എല്ലാം ശരിയെ നടക്കാവുള്ളൂ എന്ന് പറയരുത്. ഒരു യുദ്ധമായത്. അതുപോലെ ആയിരക്കണക്കിന് പോലീസും പട്ടാളം അതിനുവേണ്ടിയുള്ള യുദ്ധമായിട്ട് നടക്കുമ്പോൾ യുദ്ധത്തിൽ മലവും മൂത്രവും ഉണ്ടാവും. മലം മാത്രമൊന്നും മൂത്രം മാത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സ്വാഭാവികമായി സമരം നടക്കുമ്പോൾ സിനിമാക്കാരനെ കയറി കൊടി കെട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെട്ടിയെന്നിരിക്കും. ഒരു യുദ്ധമായത്. ഇതുപോലെ ട്രാക്ടർ ഓടിക്കുന്നു. ട്രാക്ടർ ഓടിച്ചുകൊണ്ട് കൃഷിക്കാരൻ വരുമ്പോ അവൻ മനഃപൂർവ്വം വന്നതല്ലേ? എന്തിന്? ഈ പോലീസിന്റെ നരനായിട്ട് അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ് വന്നത്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഒരു സമരമാകുമ്പോ എത്ര ദിവസമായി? 11 ചർച്ച നടന്നെന്ന് പറഞ്ഞു. സമരം എത്രയായി? ഇത്രയും ദിവസമായിട്ട് ഈ സമരത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവണ്ടേ? സ്വാഭാവികമായി സമരം നടത്തുന്ന ആളുകളും രോഷാകുലരാകാം. ആ സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരണാധികാരികളാണ്. ഞാൻ BJP വിരുദ്ധനായിട്ട് സംസാരിക്കുന്നത് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു വിരുദ്ധനല്ല. ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടി ഈ പ്രശ്നം ചർച്ച ചെയ്യാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ട്. അവർ ഉടൻ തന്നെ അത് ചെയ്യേണ്ടതാണ്. ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ BJP ഇതര മുഴുവൻ ഗവൺമെന്റും നിയമസഭയിൽ പാസാക്കിയുള്ള പ്രമേയം ഈ നിയമത്തിനെതിരെ, സ്വാഭാവികമായ നിയമത്തിനെതിരെ മുഴുവൻ നിയമസഭകളും പ്രമേയം പാസാക്കിയപ്പോ അതൊന്ന് ചർച്ച ചെയ്യാനുള്ള മര്യാദ ഇന്ത്യൻ പാർലമെന്റും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കാണിക്കണ്ടേ? എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല? അവിടെയല്ല പ്രശ്നം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനുള്ളൂ, ദീർഘമായിട്ട് ഒന്നും പറയുന്നില്ല. ഈ നിയമത്തിൽ അപാകത ഉണ്ടെന്ന് ഇന്ത്യയിലെ ജനകോടികൾ വിശ്വസിക്കുന്നു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, അതായത് BJP ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്ന വാക്ക് പറയുന്നു. ഈ നിയമം എന്തോ കുഴപ്പമുണ്ടെന്ന് ജനം വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ എത്രയും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും പ്രതിപക്ഷത്തിന്റെയും ഭരണകക്ഷിയിൽപ്പെട്ട MP-മാരുടെ ചർച്ചയ്ക്ക് വിടുകയും അവിടെ ഒരു സബ്ജക്ട് കമ്മിറ്റി, ഇവിടെ സബ്ജക്ട് കമ്മിറ്റി ഉണ്ട്, അവിടെ സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കാം. ആ സെലക്ട് കമ്മിറ്റി വെച്ച് ജനങ്ങളിൽ നിന്ന് തെളിവെടുത്തതിന് ശേഷം ഈ നിയമത്തിന്റെ വശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, കർഷക വിരുദ്ധം എന്ന് കരുതുന്ന വകുപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ നിയമമായി മുമ്പോട്ട് പോകുന്നതാണ് സാമാന്യ നീതി എന്ന് എന്റെ മനസാക്ഷി പറയുന്നു. സൗകര്യം ഉണ്ടെ കേൾക്കാം, അതേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഇതൊരു കോംപ്ലക്സ് ആണ്. പല നിയമങ്ങളും നിയമവ്യവസ്ഥ, നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ ഇതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയെങ്കിൽ ഈ ഒരു ഉപായം അതൊരു മികച്ച സജഷൻ കൂടിയാണ്. ഞാൻ വേഗത്തിൽ തിരിച്ചെത്താം സന്ദീപിലേക്ക്, ഒപ്പം റെജി ലൂക്കോസിലേക്ക്, വിനോദ് സെനിലേക്ക് എനിക്കൊരു ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് തിരിച്ചെത്താം. മറ്റൊരു രസകരമായ വസ്തുത, ഈ ഫാം ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഫാമിംഗ് നടന്നത് പഞ്ചാബിലാണ്. അതിൽ 2003 APMC ആക്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് ഫാമിംഗ് വാസ് പെർമിറ്റഡ് ആൻഡ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, അതായത് APMCs,
were given the responsibility to record the contracts. അവർക്ക് എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. റെജി ലൂക്കോസിലേക്ക് വരാം. അതിനു മുമ്പ് PC ജോർജ് ഉന്നയിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ശ്രീ സന്ദീപ് വാചസ്പതിയുടെ മറുപടി, BJPയുടെ മറുപടി. അല്ല, അതായത് ഇപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയണം. PC ജോർജ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെല്ലും സർക്കാരാണ് സംഭരിക്കുന്നതെന്ന്. എൻ്റെ പരിമിതമായ അറിവിൽ അങ്ങനെ അല്ല. ശ്രീ PC ജോർജിനും അറിയാം, അദ്ദേഹം അത് മറച്ചു വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ ശ്രീ PC ജോർജ്? കേരളത്തിലെ നെല്ലുകൾ സംഭരിക്കുന്നത് കേരള സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ മില്ലുടമകളാണ് എന്നാണ് എൻ്റെ അറിവ്. PC ജോർജ് പറയുകയുണ്ടായി. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, കേൾക്കാം. സർ മ്യൂട്ടാണ് സർ. PC ജോർജ് മ്യൂട്ടാണ് സർ. കുട്ടനാട് ഭാഷയും തൃശ്ശൂരും പാലക്കാട് ഈ 3 നെല്ലറകളിലെ നെല്ല് സംഭരിച്ച് മിനിമം വില വെച്ചിട്ടുണ്ട്. ആ മിനിമം വില വെച്ച് സർക്കാരല്ല, നമ്മുടെ മില്ലുകളെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അതെ, അതേ ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ നെല്ലുകളും എടുക്കുന്നത് സംസ്ഥാന സർക്കാർ അങ്ങ് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസ്ഥാന സർക്കാരല്ല നെല്ല് ഏറ്റെടുക്കുന്നത്. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും സ്വകാര്യ കുത്തകകളായ മില്ലുടമകളാണ് ഇതെടുക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില നെല്ലിനുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന സർക്കാരും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ താങ്ങുവിലയുള്ളതുകൊണ്ട് താങ്ങുവിലയിൽ തന്നെ എടുക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിലെ എല്ലാ നെല്ലും എടുത്തുന്ന കേരള കൗമുദി ദിനപത്രം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പാടശേഖരങ്ങളിൽ നെല്ല് കിട്ടുകിടക്കുന്നു. അപ്പർ കുട്ടനാട്ടിൽ കർഷകർ പ്രതിസന്ധിയിൽ. താങ്കളുടെ ജില്ലയിലാണ് തലയാർ, വെച്ചൂർ പഞ്ചായത്തുകളിൽ. വൈക്കം നിയോജക മണ്ഡലത്തിലെ വാർത്തയാണ് കേരള കൗമുദി കൊടുത്തിരിക്കുന്ന ഈ വാർത്ത. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? സ്വകാര്യ മില്ലുടമ വന്ന് പറയുകയാണ് 1 കിൻഡൽ നെല്ല് അളക്കുമ്പോൾ 10 കിലോ തൂക്കം കുറവ് അവർക്ക് കൊടുക്കണം. കാരണം എന്താ? ഈർപ്പത്തിൻ്റെ കാര്യം പറഞ്ഞും പതിരാണ് എന്ന് പറഞ്ഞ് 10 കിലോ അധികം കൊടുക്കണമെന്ന് പറഞ്ഞ് കർഷകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർഷകന് ഇത് മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കർഷകൻ, ഈ സ്വകാര്യ മില്ലുടമ നാളെ 25 കിലോ അധികം കൊടുക്കണമെന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡി സമ്പ്രദായം. ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു വിഷയം. പിന്നെ ഇവിടെ സംസാരിച്ച എല്ലാവരും പറയുകയുണ്ടായി കർഷകർ കർഷകർ കർഷകർ. ഇതിനകത്ത് കർഷകരില്ല എന്നോ ഈ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ അവകാശപ്പെടുന്നത് ശരി ഇരുന്നുകൊള്ളട്ടെ, ഞാനതൊന്നും പറയുന്നില്ല. അതിൽ കർഷകരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പഞ്ചാബിൽ മാത്രമാണോ കർഷകരുള്ളത്? എന്തുകൊണ്ടാ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർഷകർ എന്താ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യാതിരുന്നത്? അപ്പം പഞ്ചാബിലെ കർഷകർ മാത്രം രംഗത്തിറങ്ങുന്നുണ്ട് എങ്കിൽ പഞ്ചാബ് ഭരിക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാലിദളിൻ്റെയും ഒക്കെ രാഷ്ട്രീയ നേതൃത്വത്തിന് മണ്ഡി സമ്പ്രദായത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അവരുടെ കമ്മീഷൻ ഇല്ലാതാകുമെന്ന് കണ്ടപ്പോഴാണ് ശിരോമണി അകാലിദൾ NDAയിൽ നിന്ന് പോയത്. തുമ്മിയാത്തെറിക്കുന്ന മൂക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം ഞങ്ങളുടെ ബാധ്യത കർഷകരോടാണ്, ഇടനിലക്കാരോടല്ല. നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു ഈ ബില്ല് ദോഷകരം തന്നെയാണ്. ആർക്കാണ് ദോഷകരം? ഇടനിലക്കാർക്ക്. കർഷകന് ദോഷകരമല്ല ഇത്. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പിന്നെ ഇവിടെ അതിലെനിക്ക് തോന്നുന്നു റെജി ലൂക്കോസിന് എന്തോ പറയാനുണ്ട്. റെജി ലൂക്കോസ്, അതിലൊരു പോയിന്റ് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ്? തീർച്ചയായിട്ടും സന്ദീപ് പറഞ്ഞത് വളരെ വൈരുദ്ധ്യങ്ങളാണ്. PC ജോർജ് സാർ പറഞ്ഞു കൊടുത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. അത് കാരണം പറയും, ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതിനെ പിന്തുണയ്ക്കുക. എന്താ പറയുക, സന്ദീപ് ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ഒരാളാണെന്നുള്ള ഒരു ബഹുമാനത്തോടുകൂടി ഞാൻ അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ തുണ പറയുന്നത് കേരളത്തിൽ സംഭരിക്കുന്നത് എങ്ങനെയാ? കേരളത്തിൽ സംഭരിക്കുന്ന ഈ പറഞ്ഞ നെല്ലറകളിൽ നിന്ന് കേരളം ഒരു വലിയ സംഭരണ കേന്ദ്രമൊന്നുമല്ല. സർക്കാരിന്റെ അതിന് മുകളിലുള്ള എമൗണ്ടിന് സർക്കാരിന്റെ നിയന്ത്രണത്തോടു കൂടിയാണ് കേരളത്തിലൂടെ സ്വകാര്യ മില്ലുകൾ നെല്ലുകൾ സംഭരിക്കുന്നത്. ഈ സമ്പ്രദായമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ നിയന്ത്രണം പാടെ എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞതിനകത്ത് എന്താ വൈരുദ്ധ്യമുള്ളത്? ഞാനെന്താ കള്ളം പറഞ്ഞേ? നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല, കള്ളം എന്താണെന്ന് ഞാനെന്താ കള്ളം പറഞ്ഞത്? നമുക്ക് മെറിറ്റിലേക്ക് പോവാം. ശ്രീ റെജി ലൂക്കോസ്, കള്ളം എന്താണ്? സംസാരിക്കാൻ നിർത്തി. അല്ലല്ല, കള്ളം എന്താണെന്ന് പറയൂ റെജി. ചുമ്മാതെ നിർത്താതെ അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ എന്തായാലും ഇല്ല പറഞ്ഞോളൂ. ഒരു നിമിഷം സന്ദീപ്, ഒരു നിമിഷം പൂർണ്ണമായി ശ്രീ PC ജോർജിന്റെ ആവശ്യം അംഗീകരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ് പറയും. വേണ്ടതിന് ഞാനൊരു പറഞ്ഞതല്ല. നമ്മുടെ കേരള സർക്കാർ നമ്മുടെ നെല്ലറകൾ, നമുക്ക് അധികം നെല്ലില്ല. മുഴുവൻ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരിമേടിച്ച് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. ഈ ഉള്ള നെല്ല് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നെല്ലിന് തറവില പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ആ പ്രഖ്യാപിച്ച വിലയ്ക്ക് നെല്ല് മേടിക്കേണ്ട ചുമതല ഈ മില്ലുകൾ അത് മേടിക്കുമ്പോൾ വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരിടത്ത് വല്ലതും 10 കിലോ വേണമെന്ന് വല്ലതും പറഞ്ഞെങ്കിൽ അതൊക്കെ വെറും ചെറിയ തർക്കം, അത് മാറ്റാൻ അവിടെ കമ്മിറ്റിയുണ്ട്. ആ നെല്ല് അരിയാക്കിയിട്ട് അയക്ക് സൗകര്യപൂർവ്വം പോകാൻ പറ്റില്ല. അരിയാക്കി ഇത്ര ശതമാനം അരി സർക്കാരിലേക്ക് കൊടുക്കണം, മനസ്സിലായില്ലേ? അതിന് വില നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ വഴിയാണ് നടക്കുന്നതെന്ന്. അതല്ലാതെ നെല്ല് മുഴുവൻ സർക്കാർ സംഭരിക്കുന്നു പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? സംഭരിക്കാൻ ഏജൻസിയാണ്, പക്ഷെ അത് നിയമമുണ്ട്. ആ നിയമം വെച്ച് നെല്ലെടുക്കണം. ആ നെല്ല് അരിയാക്കി നിർബന്ധമായി ഇത്ര ശതമാനം അരി, 1 കിലോ നെല്ല് കുത്താൻ കൊടുക്കാൻ ഇത്ര ഗ്രാം അരി സർക്കാരിലേക്ക് കൊടുക്കണം. അതിനും വില വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ശ്രീ പി സി ജോർജ്, ഞാൻ പറഞ്ഞതിനകത്തും താങ്കൾ പറഞ്ഞതിനകത്തും എന്താ വൈരുദ്ധ്യമുള്ളത്? ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ കർഷകരോട് അത്ര പ്രേമമുള്ള സർക്കാരാണെങ്കിൽ എന്തിനാണ് സാർ നെല്ല് മേടിച്ചുകൊണ്ട് പോയി അരിയാക്കാൻ കുത്തകകളെ ഏൽപ്പിക്കുന്നത്? സർക്കാർ തന്നെ ചെയ്തുകൂടെ? സർക്കാരുടെ പാലും പഞ്ചസാരയും പാമോയിലും KSRTCയും ട്രാൻസ്പോർട്ടും ബോട്ടും വള്ളവും ഒക്കെ ഓടിക്കുന്നുണ്ടല്ലോ. എന്തേ അത്ര പ്രേമമുള്ള സർക്കാർ എന്തുകൊണ്ടാണ് നെല്ല് സർക്കാർ തന്നെ ഏറ്റെടുത്ത് കുത്തി ഇവിടെ കർഷകരെ സഹായിക്കാത്തതിനാ? എന്തിനാ ഇടനിലക്കാരെ കൊണ്ടുവരുന്നത്? അപ്പൊ ഈ ഇടനിലക്കാരുടെ ബാധ്യത ഒഴിവാക്കണമെന്നാണ് ഈ നിയമത്തിന്റെ അന്തസത്ത മൊത്തത്തിലുള്ളത്. പിന്നെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇതൊരു യുദ്ധമാണ് എന്ന്. താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ആ യുദ്ധം രാജ്യത്തിനെതിരെ ആകരുതെന്നാണ് BJP പറഞ്ഞത്. സംഭവം കറക്റ്റാണ്. അങ്ങ് പറയുന്നുണ്ടായിരുന്നല്ലോ, യുദ്ധമായാൽ ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ കയറി കൊടിയൊക്കെ കെട്ടും, അവിടെ അതൊന്നും നമുക്ക് എല്ലാം ശരിയായി മാത്രമേ നടക്കാമെന്ന് പറയാൻ പാടില്ല, അവിടെ ചിലപ്പോൾ കൊടി കെട്ടിയെന്നിരിക്കും എന്നൊക്കെ. സാർ അത് അംഗീകരിച്ച് തരാൻ മനസ്സുള്ള സർക്കാരല്ല രാജ്യം ഭരിക്കുന്നതെന്നാണ് കുഴപ്പം. താങ്കളൊക്കെ പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ ഇങ്ങനെ പലതും നടന്നിരുന്നു. ആ സമരത്തിന്റെ മറവിൽ പല തോന്നിവാസങ്ങളും നടന്നിരുന്നു. അത് അനുവദിച്ചു തരാൻ സൗമനസ്യം ഇപ്പോൾ ഞങ്ങൾക്കില്ല. ഈ രാഷ്ട്രത്തിനെതിരായ ഒരു നീക്കവും അതിന് ഏത് പൊന്നുതമ്പുരാൻ ചെയ്താലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടുള്ള സർക്കാർ ഭരിക്കുന്നു എന്നതാണ് നിങ്ങളുടെയൊക്കെ ദൗർഭാഗ്യം. പിന്നെ ഇവിടെ വിനോദ് സെൻ അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു, രാജ്യത്ത് എത്രയോ സമരങ്ങൾ നടന്നു, അവരെയൊക്കെ ആരെങ്കിലും ദേശദ്രോഹികളെന്ന് വിളിച്ചോ എന്ന്. വിളിച്ചിട്ടില്ല ശ്രീ വിനോദ് സെൻ. അന്ന് ആരും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വലിയ സമരം നടന്നല്ലോ ദില്ലിയിൽ. അതിനും വേണ്ട, ഇനി താങ്കളൊക്കെ പറയുന്ന പ്രകാരമാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ രാജ്യത്തൊരു സമരം നടന്നിരുന്നു നിർഭയ കേസിൽ. ആരാണ് രാജ്യവിരുദ്ധ കാര്യങ്ങൾ ചെയ്തത്? അപ്പൊ ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, വാർ അഗൈൻസ്റ്റ് ദ നേഷൻ. അവിടെയാണ് പ്രശ്നം. കാനഡയിലുള്ള ഈ ഖാലിസ്ഥാന്റെ അല്ലെങ്കിൽ അകാലിദളുടെ ബബർ ഖൽസ എന്ന് പറയുന്ന അവരുടെ ജർമ്മൻ ചാപ്റ്ററിന് ISI 5 കോടി രൂപ ഫണ്ട് ചെയ്തു എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സദ്ദു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ NIA വിളിച്ചത്. അവിടെയാണ് പ്രശ്നം. ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് അതിനെ എതിർത്തു പറഞ്ഞു എന്ന്. ശരിയാണ്, രാജ്നാഥ് സിംഗിന്റെ അഭിപ്രായം തന്നെയാണ് BJPക്കും ഉള്ളത്. ഈ സമരം ചെയ്യുന്ന കർഷകരെല്ലാവരും തീവ്രവാദികളാണെന്ന് ഞങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന ഇതേ ഉള്ളൂ, ഈ സമരത്തിനിടയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു, ആസൂത്രണം തീവ്രവാദികളുടേതാണ്. അവിടെ ബാക്കി നിൽക്കുന്നത് യുദ്ധം ആരോടെന്നാണ്? കേൾക്കാം, പറയൂ. അതിന് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ മറുപടി പറയുള്ളൂ. കേൾക്കാം, പറയൂ റെജി ലൂക്കോസ്, പറയൂ. ഒന്നാമത് സൂമിലാണ് താങ്കൾ ചേരുന്നത്, അതിൻ്റെതായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അത്ര മാത്രമേ ഉള്ളൂ. ദയവായി പറയൂ. സിംപിളി ഇൻസൾട്ടിങ്, നമുക്ക് നമ്മളൊക്കെ ഇതിനുവേണ്ടി ഇരിക്കുന്നവരല്ലേ, ചർച്ചയ്ക്ക് വേണ്ടിയിരിക്കുന്നവരല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് അജസ്മതി ചാനലിൽ പറഞ്ഞത് പച്ച നുണയാണ്. LKG പഠിക്കുന്ന കുട്ടിക്ക് അറിയാം നിയമം എന്നാന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ പിന്നെ നിലവിൽ ഉള്ള സമ്പ്രദായം എന്താ? സർക്കാരിന്റെ ചന്തകളുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് FCIയുടെ ചന്തകളുണ്ട്. ആ ചന്തകളിൽ പോയി ആണ് അവർ വിൽക്കുന്നത്. ഒരു തറവലയുടെ അത് ചിലപ്പോൾ കൂടുക, പക്ഷെ ആ തറവലയ്ക്ക് താഴോട്ട് പോകത്തില്ല. ഞാൻ പഞ്ചാബിലേക്ക് 2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഞാനിത് കണ്ടിട്ടുണ്ട് ഈ ഓപ്ഷൻ. അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആ സമ്പ്രദായം നിർത്തുവാണ്. ഏതൊരു സ്വകാര്യ സ്ഥാപനത്തിലും അവരുടേതായ ചന്തകൾ ഓപ്പൺ ചെയ്യാമെന്നും അവരുടെ വിലയ്ക്ക് വാങ്ങിക്കാൻ നിയമത്തിലുണ്ട്. അതിനെതിരെയാണ് ഈ സമരം. മണ്ടത്തരം പറഞ്ഞ് അംഗീകരിച്ചു തരില്ല റജി.
അതിന് ഇനി എത്ര ജനാധിപത്യ മര്യാദയുടെ പേരിലാണെങ്കിലും റെജി കള്ളം പറഞ്ഞാൽ ഇടപെടും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വകാര്യ ചന്തകൾ തുടങ്ങിയാൽ അവിടെ കർഷകർ നിർബന്ധമായി വിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മത്സരക്ഷമത ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന APMCയുടെ നേതൃത്വത്തിലുള്ള മണ്ടികളിലല്ലാതെ അതിനു പുറമേയും കർഷകന് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിർബന്ധമായും അവിടെ കൊണ്ട് വിൽക്കണമെന്ന് നിയമത്തിൽ എവിടെയും ഇല്ല റജി. അദ്ദേഹം പോയി. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, റെജി ലൂക്കോസ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഇടപെട്ടത്, അല്ലാതെ ജനാധിപത്യ മര്യാദ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല. ഇനി റെജി ലൂക്കോസ് അല്ല, ആരിറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും പറയാനുള്ള കാര്യങ്ങൾ പറയും. കള്ളം പറഞ്ഞ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിനോസൻ ചർച്ചയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനോസൻ ഇതിൽ മെറിറ്റിലേക്ക് പോയിട്ടില്ല ഇപ്പോഴും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാറാണ്, യുദ്ധമാണ്, അത് വാർ അഗെയിൻസ്റ്റ് നാഷൻ ആണോ വേണ്ടതെന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മെറിറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. ആദ്യം പ്രാഥമിക തലത്തിൽ തന്നെ വിലയിരുത്തിയാൽ ഇപ്പോഴും മെറിറ്റിലേക്ക് പോയിട്ടില്ല. പിന്നെ രണ്ടാമത്തേത് വാളുമെടുത്ത്, കോടാലിയെടുത്ത്, തോക്കെടുത്ത് ഈ യുദ്ധത്തിന് പുറപ്പെടുന്ന, അല്ലെങ്കിൽ പച്ചയായി പറഞ്ഞ വിഘടനവാദത്തിൽ അനുകൂലിച്ചുള്ള പ്രവർത്തനങ്ങൾ. ഒന്നാമത് മെറിറ്റിലേക്ക് പോകാത്തൊരു സംഭവം, രണ്ടാമത് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് ഈ കോൺട്രഡിക്ഷന്റെ പ്രശ്നം. ശ്രീ വിനോസൻ, മുതൽ തന്നെ BJP പ്രതിനിധീകരിക്കുന്ന ആളും വളരെയധികം അദ്ദേഹം അസ്വസ്ഥനാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളികളും കൊലവിളികളുമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കൂ, രാജ്യം ഒരു മഹാമാരിയുടെ നടുവിലാണ്. ഈ പറയുന്ന ജനങ്ങൾ മുഴുവൻ തെരുവിലാണ്. അവർ ബ്രോക്കർമാരായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ആ ആളുകളെ തിരിച്ച് വീട്ടിലെത്തിക്കുന്നതിനുള്ള ഒരു വലിയ ചുമതല എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചാണ്. ഇന്നലകളിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികളല്ല ഞങ്ങൾ. നോക്കൂ, നിങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസുകാരൻ ഭരിച്ചാലും സമരം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൂവും കുങ്കുമവുമായിട്ടല്ലല്ലോ ബാബറി മസ്ജിദിന്റെ മുമ്പിലേക്ക് നിങ്ങൾ പോയത്. ഇന്ത്യയിലെ സുപ്രീം കോടതി തുടരുന്നത് എന്ന് പറയുന്ന ഒരു മന്ദിരത്തെ തകർത്തെറിഞ്ഞപ്പോൾ ഇത്രയും സമാധാനം നിങ്ങൾ പുലർത്തിയിരുന്നു. അപ്പൊ നേരത്തെ ജോർജ് സാർ അതാ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സമരങ്ങളാകുമ്പോൾ ഞാൻ ഈ സമരത്തിന്റെ ഭാഗമായിട്ട്, ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ആക്രമണ സംഭവങ്ങൾ നടക്കണം എന്ന് അവകാശപ്പെടുന്ന ആളല്ല ഞാൻ. പക്ഷെ നമ്മുടെയൊക്കെ ഇപ്പൊ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ ആണെങ്കിൽ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയുമാണ് ഇപ്പൊ നിരന്തരമായി തല്ലുകൊള്ളുന്നത്. അല്ലെങ്കിൽ ABVPയും KSUവുമാണ് ഇപ്പൊ നിരന്തരമായി കേരളത്തിലെ തെരുവുകളെ സമരഭരിതമാക്കുന്നത്. ഈ സമരം എന്ന് പറയുന്നത് പോലീസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള സമരമല്ലേ യൂത്ത് നടത്തുന്നത്. നമ്മൾ മുതിർന്ന ആളുകൾ നടത്തുന്ന സമരം പോലെ സമാധാനപരമല്ല. അപ്പൊ ഈ സമരം നടത്തുന്ന കുട്ടികൾ മുഴുവൻ, ഈ സമരം നടത്തുന്ന ചെറുപ്പക്കാർ മുഴുവൻ ഈ സംസ്ഥാന ദ്രോഹികളാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് നമ്മൾ പോകണമോ? ഈ രാജ്യത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നടക്കുന്ന ഈ സമരങ്ങളുണ്ട്. എന്തുകൊണ്ട് കർഷകൻ ഇങ്ങനെ സമരം ചെയ്യുന്നു? നിങ്ങൾ നോക്കൂ, നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇതുപോലെ ഉണർന്നെണീറ്റ് സമരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് അസ്വസ്ഥതകൾ, എന്റെ മകളുടെ കല്യാണത്തിന് പണമെടുക്കാൻ എനിക്ക് കഴിയാതെ വന്നപ്പോൾ താങ്കളടക്കമുള്ള കേരളത്തിന്റെയും ഇന്ത്യയിലെയും BJP നേതൃത്വം പറഞ്ഞ എന്താ, നിങ്ങളൊന്ന് സഹിക്കൂ. നിങ്ങളൊന്ന് സഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളിന്റെ വില 50 രൂപയിലേക്ക് താഴാൻ പോവുകയാണ്. ഇന്ധന വിലയടക്കം, വിലക്കയറ്റമടക്കം പിടിച്ചു നിർത്താൻ വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും രാജ്യത്തിന് വേണ്ട ഒരു തീരുമാനം ഇച്ഛാശക്തിയോടെ എടുക്കുമ്പോൾ നിങ്ങൾ അല്പം ഒന്ന് ക്ഷമിക്കൂ. ഞങ്ങൾ ഈ രാജ്യത്തെ ഭൂമിയുടെ വിലയെ പകുതി കണ്ട് താഴ്ക്കും. ഞങ്ങൾ ഈ രാജ്യത്തെ ബ്രോക്കർമാരുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഇന്ധന വില ഈ രാജ്യത്തിന്റെ സാധാരണക്കാരന് പ്രാപ്യമാക്കുന്ന വിധത്തിൽ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ മാറ്റം സൃഷ്ടിക്കുകയാണ്. എന്തായി? ഒന്നുമായില്ല. ഞങ്ങൾ അന്ന് അനുഭവിച്ച ദുരിതം മാത്രം ബാക്കി. ഞങ്ങളുടെ അക്കൗണ്ടിലെ പണമെടുക്കാൻ ഞങ്ങൾ കൊണ്ട വെയിൽ മാത്രം ബാക്കി. മറ്റൊന്നും തന്നെ ഉണ്ടായില്ല. നിങ്ങൾ പറഞ്ഞ ഭീകരവാദികൾ മുഴുവൻ അസ്തമിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഭീകരവാദികളുടെ സാന്നിധ്യം പറയുന്നത്? അപ്പൊ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വെല്ലുവിളികളല്ല, വെല്ലുവിളികളുടെ രാഷ്ട്രീയമല്ല. വെല്ലുവിളികളുടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് സഹിഷ്ണുതയുടെ ഒരു രാഷ്ട്രീയമാണ്. നമ്മൾ ഈ ജനതയെ ഒരു മാരക രോഗത്തിന് വിട്ടുകൊടുക്കണമോ? പക്ഷേ വിനോദ്, ആർക്കാണ് അസഹിഷ്ണുത? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ആർക്കാണ് ഇവിടെ അസഹിഷ്ണുത? 11 തവണ ചർച്ച നടത്തി. 11 തവണയും വിശദമായിട്ടുള്ള ചർച്ച, ടേബിൾ ടു ടേബിൾ ചർച്ച നടന്നു. ആർക്കാണ് അസഹിഷ്ണുത? 11 തവണ ചർച്ച നടക്കുന്നതിന് മുന്നിലുള്ള ഞാൻ പാർലമെന്റ് ആവർത്തിച്ചു പറഞ്ഞതാണ്, രാജ്യസഭ ഇരു സഭകളും ആവർത്തിച്ചു പറഞ്ഞതാണ്, തിടുക്കം വേണ്ട, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നാൽ ഒരു നിയമം ഈ രാജ്യം നമുക്ക് തിടുക്കം വേണ്ട. ഈ രാജ്യത്തെ ഇതര നിയമങ്ങൾ പാസ്സാകുന്നത് പോലെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ഈ നിയമത്തിലെ കമ്മിറ്റികൾക്ക് വിട്ടുകൊണ്ട് നമുക്കൊരൽപ്പ സാവകാശത്തോടു കൂടി ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പാർലമെന്റ് ആവശ്യപ്പെട്ടതിനെ അന്ന് നമ്മൾ ചെവിക്കൊണ്ടില്ല.
ഇന്ന് രാജ്യത്തിന്റെ സുപ്രീം കോടതി അടക്കം ഒരല്പം ജാഗ്രത കുറവില്ലേ? നോക്കൂ, ഇത് കോവിഡിന്റെ കാലമാണ്. കോവിഡിന്റെ കാലത്ത് നമ്മൾ ഈ കേന്ദ്ര സർക്കാരിനോട് വിയോജിക്കുന്ന ആളുകളെ മുഴുവൻ നമുക്ക് ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രോഗത്തിന് എറിഞ്ഞു കൊടുക്കാമോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞ പക്ഷെ സമരത്തിന്റെ രീതികളെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ നിയമം ഈ നിമിഷം നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്ത്യയിലെ കർഷകർ തകർന്നു പോകും എന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നോട്ട് നിരോധനത്തിന്റെ വേളയിലും ഇതേ പിടിവാശിയാണ് കാണിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നോട്ട് നിരോധന സമയത്ത് പ്രധാനമന്ത്രി പെട്രോളിന്റെ വില 50 ആക്കാമെന്ന് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, ഞാനടക്കമുള്ളവർ, പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് എന്റെ നാവിന്റെ മുമ്പിലൊന്നുമില്ല, BJP നേതാക്കൾ ഞാനടക്കമുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ കേരളത്തിലെ സമുന്നതരായ ഉജ്ജ്വലരായ BJP നേതാക്കൾ, ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റിന്റെ വാദഗതികൾ, അദ്ദേഹം മലയാള മനോരമ ചാനലിലാണെന്ന് തോന്നുന്നു, പേരെടുത്ത് പറഞ്ഞാൽ ക്ഷമിക്കുക. അപ്പൊ ഞാന് ആ വെല്ലുവിളിയല്ല നടത്തുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയങ്ങളെ മുഴുവൻ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ഭീകരവാദം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് കോവിഡിന്റെ പിടിയിലേക്ക്, ഒരു മാരക രോഗത്തിന്റെ പിടിയിൽ രാജ്യം അമർന്നിരിക്കുന്ന വേളയിൽ അസഹിഷ്ണുതയോടുകൂടി സമരം ചെയ്യുന്നവരാകട്ടെ, മനസ്സിലാകാതെ സമരം ചെയ്യുന്നവരാകട്ടെ, കർഷകരാകട്ടെ, ബ്രോക്കർമാരാകട്ടെ, നുഴഞ്ഞു കയറ്റക്കാരാകട്ടെ, പക്ഷെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ബീഹാറിന്റെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെ തണുപ്പിലാണ്. അവർ ഈ രാജ്യത്ത് വോട്ടവകാശമുള്ളവരാണ്. തീർച്ചയായും എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് വേഗം വിനോദൻ, ഷടനോട് ഷാഠ്യം എന്ന് പറയുന്ന ഒരു നീതിസാരം പറയുന്ന ഒരു തന്ത്രമുണ്ട്, അറിയാമോ? ഈ മുട്ടാളനോട് മുട്ടാളത്തരം തന്നെ പറ്റുകയുള്ളൂ. രാജ്യം നശിപ്പിക്കാൻ വരുന്നവൻ ആരായാലും അവൻ പാവം തണുപ്പത്താണല്ലോ കിടക്കുന്നത് എന്ന് വിചാരിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം ഈ രാജ്യം 2014 ഉപേക്ഷിച്ചു വിനോദൻ. ഷടനോട് ഷാഠ്യമേ ഉള്ളൂ. ഈ രാജ്യം നശിപ്പിക്കാൻ വരുന്നവനോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇക്കാര്യത്തിൽ. താങ്കൾ പറഞ്ഞല്ലോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന്. അങ്ങനെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കോൺഗ്രസ് കഴിഞ്ഞ 50 വർഷം തീരുമാനിച്ചത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെയായി മാറിയത്. ആർക്കും ഈ പ്രധാനമന്ത്രി അടക്കമുള്ള ഈ രാജ്യത്തെ സംവിധാനത്തെ മുൾമുനയിലും തോക്കിൻമുനയിലും നിർത്തി കാര്യം സാധിക്കാമെന്ന കാലം കഴിഞ്ഞു. അങ്ങനെയല്ല ഇവിടെ. കർഷകരാണോ ചർച്ചയ്ക്ക് തയ്യാർ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആശങ്കയുണ്ടോ? 2 വർഷത്തേക്ക് ഈ നിയമം നടപ്പാക്കാതെ ഞങ്ങൾ നിങ്ങളെ പരിരക്ഷിക്കാം, നമ്മൾ ഈ നിയമത്തിൽ പറയുന്ന ഓരോ വാക്കുകളും എടുത്ത് ചർച്ച ചെയ്യാം. പറ്റില്ല എന്ന് ഇടനിലക്കാർ ശഠിച്ചാൽ, ഇത്ര കാലവും ഈ കർഷകനെ ചൂഷണം ചെയ്തവർ ശഠിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല സാർ. പിന്നെ അതിന്റെ മറവിൽ ഖാലിസ്ഥാൻ വാദവുമായിട്ട് വന്നാൽ അതും അംഗീകരിച്ചു കൊടുക്കാൻ ദേവി ചെയ്ത് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞോളൂ. എന്തായാലും സമയക്കുറവുകൊണ്ട് മാത്രമാണ്. ദയവായി എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കണം ശ്രീ റെജി ലൂക്കോസ്. ഒപ്പം തന്നെ PC ജോർജ്. റെജി ലൂക്കോസ് പകുതി വഴിക്ക് ഇറങ്ങി പോയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾ വിളിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വരുന്നത്, അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും വളരെയധികം നന്ദി. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. മെറിറ്റിലേക്ക് കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കണ്ട തോന്നിവാസങ്ങളൊക്കെ ചെയ്തത് ആരാണ് ഇതിന് ചരട് വലിച്ചതെന്നത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ഇപ്പോഴും നെഞ്ചെടുപ്പ് പലർക്കും കൂടുകയാണ്. എന്തായാലും സത്യത്തിൻ്റെ ചുരുളഴിയും എന്ന പ്രതീക്ഷയോട് കൂടി തന്നെ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം പ്രേക്ഷകർ നമസ്തേ.